Hi friends, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊരു ഇലക്ട്രിക് ബൈക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയൊരു ഇലക്ട്രിക് ബൈക്കിനെ ഉണ്ടാക്കുകയല്ല ചെയ്യുന്നത്. പഴയ പെട്രോളിൽ ഓടുന്ന ഒരു ബജാജിന്റെ ഡിസ്കവറിനെ ഇലക്ട്രിക് ബൈക്കാക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരു പെട്രോൾ ബൈക്കിനെ ഇലക്ട്രിക് ബൈക്കാക്കി മാറ്റുമ്പോൾ ഒരുപാട് സംഗതികൾ നമുക്കതിൽ ആവശ്യമായിട്ടുള്ള ഇല്ലാത്തതുണ്ട്. അതായത് സൈലൻസർ, പെട്രോൾ ടാങ്ക്, എയർ ഫിൽറ്റർ, പിസ്റ്റന്, സിലിണ്ടർ, അതുപോലെ വയറിംഗ് കിറ്റിൽ നമുക്ക് കുറച്ച് വ്യത്യാസങ്ങളും വരുത്താനുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ വണ്ടിയിൽ നിന്നും അയച്ച് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇങ്ങനൊരു ആശയം മനസ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു വർഷം മുമ്പ് തന്നെ ഇങ്ങനൊരു ബജാജിന്റെ ഡിസ്കവർ തന്ന് ഹെൽപ്പ് ചെയ്ത ഒരു മനുഷ്യനുണ്ട്, ഉമ്മറിനൊരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിനാവശ്യമായിട്ടുള്ള കൺട്രോളറും ത്രോട്ടിലും മോട്ടറും ഒക്കെ ഉൾപ്പെടുന്ന കിറ്റ് നമ്മൾ അൺബോക്സ് ചെയ്തിരുന്ന വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവർക്ക് വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ വരുന്നതാണ്, അവിടെ നിന്ന് കാണാവുന്നതാണ്. ഒരു പെട്രോൾ ബൈക്കിനെ നമുക്ക് 3 രീതിയിൽ ഇലക്ട്രിക് ബൈക്കായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ രീതി എന്നത് ഏറ്റവും സിമ്പിളാണ്. അതായത് എൻജിനും പിസ്റ്റനും സിലിണ്ടറും ഗിയർ ബോക്സും അയച്ചു വെച്ച് ആ ഭാഗത്ത് ഒരു പ്ലേറ്റ് വെച്ച് അതിൽ നമ്മൾ ഈ മോട്ടർ ഫിറ്റ് ചെയ്ത് അതിൽ നിന്നും ഡയറക്റ്റായിട്ട് വീലിലേക്ക് ചെയിൻ കണക്ട് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാം. ഈ രീതിയിൽ ചെയ്യുമ്പോഴുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ മോട്ടോറിന് എത്ര പവറാണോ ഉള്ളത് അത് മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ ആ രീതിയിലല്ല ചെയ്യുന്നത്. ഗിയർ ബോക്സ് വരുന്ന രീതിയിൽ ക്ലച്ചും ഗിയറും എല്ലാം ഉള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് മാക്സിമം അതിൻ്റെ പവർ എടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല മൈലേജും സ്പീഡും കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഗിയർ ബോക്സിൽ നിന്നും വരുന്ന ക്രാങ്ക് ഷാഫ്റ്റിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോഴും ക്രാങ്ക് ഷാഫ്റ്റിന് ചെറുതായിട്ടൊരു തടസ്സം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗിയർ ബോക്സ് അയച്ച് വെച്ചതിന് ശേഷം ഗിയർ ബോക്സ് അയച്ച് അതിനകത്ത് നിന്നും ക്രാങ്ക് ഷാഫ്റ്റിനെ നമ്മൾ ക്രാങ്കിന് ചാരി നിർത്തി കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇലക്ട്രിക് വണ്ടി ഉണ്ടാക്കാനുള്ള മൂന്നാമത്തെ രീതി എന്നത് ഹബ്ബ് മോട്ടോർ വെച്ചിട്ടുള്ളതാണ്. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡ് മോട്ടോർ സൈക്കിളായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. അതായത് പെട്രോളിലും ഓടിക്കാൻ പറ്റും, ഇലക്ട്രിക്കലും ഓടിക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്ക് ചെയ്യാം, ഈ ഒരു വീഡിയോ സക്സസ് ആവുകയാണെങ്കിൽ മാത്രം. അങ്ങനെ ക്രാങ്ക് ഷാഫ്റ്റിനെ കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഗിയർ ബോക്സ് അതേപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്റ്റനും സിലിണ്ടറും വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ഒരു ഇരുമ്പിൻ്റെ പ്ലേറ്റ് കൊണ്ട് തകിട് കൊണ്ട് ക്ലോസ് ചെയ്യണം. അവിടെയാണ് നമ്മൾ ഇലക്ട്രിക് മോട്ടോർ ഫിറ്റ് ചെയ്യുന്നത്. ഒരേപോലെ തന്നെയുള്ള 2 പ്ലേറ്റുകളാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. ഇതിൽ ഒരു പ്ലേറ്റ് ഈ അടിയിലുള്ള ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യാനും അതിൽ നിന്നും സ്ക്രൂ ഇട്ട് മുകളിലായിട്ട് ഉള്ള ഷീറ്റിൽ നമ്മൾ മോട്ടോറും ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പ്ലേറ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നത്. വണ്ടിയുടെ ഫ്ലൈ വീലിനെ അയച്ചെടുത്തിട്ട് ആ ഭാഗത്ത് ഒരു ഗിയർ വീൽ ഫിറ്റ് ചെയ്ത് അവിടേക്കാണ് നമ്മൾ മോട്ടോറിൽ നിന്നും ചെയിൻ കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പൽചക്രം ഞാനിവിടെ ഫ്ലൈ വീലിനെ അയച്ചെടുത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. അടിയിലായിട്ട് ഫിറ്റ് ചെയ്യാനുള്ള ആ പ്ലേറ്റിൻ്റെ അടിയിൽ നിന്നും മുകളിലേക്ക് 3 ഇഞ്ച് നീളത്തിലുള്ള ഒരു നെട്ടും ഒരു ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ മുകളിലുള്ള പ്ലേറ്റ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനുപയോഗിക്കുന്ന ബോൾട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബോൾട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പെടുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഈ പ്ലേറ്റിനെ നമുക്ക് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ട്യൂബിൻ്റെ കഷ്ണം കട്ട് ചെയ്തെടുത്ത് അതും അവിടെ വെച്ച് കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഓയിൽ ലീക്ക് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുന്നതല്ല. അതിനുശേഷം ഈ 3 ഇഞ്ച് ബോൾട്ടിലായിട്ട് ഓരോ നെട്ടുകൾ കൂടി ഇട്ടതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. രണ്ടാമത്തെ പ്ലേറ്റിൽ നമ്മൾ മോട്ടോർ ഫിറ്റ് ചെയ്യാനുള്ള അടയാളപ്പെടുത്തി അതിനുള്ള ഹോൾ ഇട്ട് വെച്ചതിന് ശേഷം 1.5 ഇഞ്ചിൻ്റെ ഓരോ ബോൾട്ടുകൾ 4 ബോൾട്ടുകൾ ഓരോ സൈഡിലുമായിട്ടും ഇട്ടതിന് ശേഷമാണ് ഈ രണ്ടാമത്തെ പ്ലേറ്റ് നമ്മൾ മുകളിലായിട്ട് ഫിറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം മോട്ടോർ അതിൻ്റെ മുകളിൽ കയറ്റി മുകളിൽ നിന്ന് താഴേക്കൊരു വാഷർ ഇട്ട് അതിനുശേഷം നെട്ടിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം.
ശേഷം നമുക്ക് ഗിയർ ബോക്സിൽ നിന്നും മുകളിലേക്ക് ഈ മോട്ടോറിലേക്കായിട്ട് ചെയിൻ കണക്ട് ചെയ്യാം. ചെയിൻ ആവശ്യത്തിനുള്ള നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം അത് അതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൽ വയറുകൾ കണക്ട് ചെയ്ത് ബാറ്ററിയും കണക്ട് ചെയ്ത് ഇത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള വർക്ക്. അതിനായിട്ട് ഞാൻ കൺട്രോളർ എടുത്തിട്ടുണ്ട്, അതിൻ്റെ ആക്സിലേറ്റർ കേബിൾ എടുത്തിട്ടുണ്ട്, കണക്ട് ചെയ്യാനുള്ള കണക്ടർ എടുത്തിട്ടുണ്ട്, ഓൺ ഓഫ് സ്വിച്ച് അതായത് അതിൻ്റെ ചാവി വരുന്ന ഭാഗവും എടുത്തിട്ടുണ്ട്. ഈ വയറുകളെല്ലാം കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറും ഈ ബോക്സിനകത്ത് തന്നെ ഉണ്ട്. ഇതിലുള്ള ചുവപ്പ് വയർ പോസിറ്റീവും കറുത്ത വയർ നെഗറ്റീവും പിന്നെ പച്ച നീല മഞ്ഞ ഇത് മോട്ടോറിലേക്ക് ഉള്ള വയറും കണക്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചുവപ്പ് വയർ നമ്മൾ ബാറ്ററിയിൽ നിന്നുള്ള പോസിറ്റീവാണ് കണക്ട് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ മോട്ടോറിൽ നിന്നും വരുന്ന വയറിൽ മഞ്ഞയും അതുപോലെ കൺട്രോളറിലെ മഞ്ഞയും കണക്ട് ചെയ്യുക, നീലയും അതുപോലെ മോട്ടോറിലെ നീലയും കണക്ട് ചെയ്യുക, മോട്ടോറിലെ പച്ചയും കൺട്രോളറിലെ പച്ചയും തമ്മിലും കണക്ട് ചെയ്ത് കൊടുക്കുക. കൺട്രോളറിലെ ചുവപ്പും കറുപ്പും നെഗറ്റീവും പോസിറ്റീവുമാണ്. അത് പരസ്പരം ടച്ച് ആവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് അറ്റങ്ങളിലാണ് ഈ കണക്ടറിൻ്റെ രണ്ട് അറ്റങ്ങളിലായിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മോട്ടോറിലെ സെൻസറിൽ നിന്നും വരുന്ന ഒരു ക്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും. അത് അതേ വയർ കളർ കോഡ് തന്നെയുള്ള ഒരു ക്ലിപ്പ് നമുക്ക് കൺട്രോളറിലും കാണാൻ പറ്റും. അത് അതിലേക്ക് തന്നെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കണക്ട് ചെയ്യേണ്ടത് ഈ ആക്സിലേറ്ററിൽ നിന്നും വരുന്ന വയറുകളാണ്. ഇതിൽ ആദ്യം ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത സമയത്ത് വർക്ക് ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ കണക്ടറിൽ ചെറിയ വയറിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് നേരെ ആക്കിയിട്ടുണ്ട് ഞാൻ. ചുവപ്പും പച്ചയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായിരുന്നു വന്നിരുന്നത്. അതേപോലെ തന്നെ ചുവപ്പ് കറുപ്പ് പച്ച ഈ കളറിലുള്ള ഒരു പിന്ന് ഈ കൺട്രോളറിൽ നിന്നും വരുന്നുണ്ടാവും, അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതിൽ രണ്ട് വയറുകൾ കൂടി നമുക്ക് കാണാൻ പറ്റും, രണ്ട് മഞ്ഞ കളറിലുള്ള വയർ. ഇത് ഓണിൻ്റെ സ്വിച്ചാണ്. ഓൺ വരുന്നത് ഈ വണ്ടിയുടെ ചാവി ഇടുന്ന ആ ഒരു ബോക്സിന് അകത്തായിട്ടാണ് ഹോൺ വരുന്നത്. അപ്പോൾ അത് ആ ഒരു ഭാഗത്താണ് നമുക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ വയറിംഗ് കിറ്റ് എടുക്കാം. വയറിംഗ് കിറ്റിൻ്റെ ഈ ഒരു ഭാഗമാണ് നമ്മൾ കൺട്രോളറിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇതിൽ നമുക്ക് ചുവപ്പും അതുപോലെ ഒരു റോസ് നിറത്തിലുള്ള ഇത് കാണാം, അത് പോസിറ്റീവാണ്. അത് നമ്മൾ വലത് സൈഡിലായിട്ട് കൺട്രോളറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ളതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ക്ലിപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് കൺട്രോളറിൽ നിന്നും ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് കൺട്രോളറിലേക്ക് ചാർജ് വരുന്നതാണ്. അത് നമ്മൾ ആ ഒരു പിന്നിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരേപോലെയുള്ള പിന്നുകളായിരിക്കും, അതിലൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അതിനുശേഷം ഈ വയറിംഗ് കിറ്റിൽ പച്ചയും മഞ്ഞയും വയറെടുക്കാം. അത് ഹോൺ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ആക്സിലേറ്റർ കേബിളിൽ നിന്ന് വരുന്ന രണ്ട് മഞ്ഞ നിറത്തിലുള്ള വയറുകൾ കാണാം, അതിൽ ഓരോന്നിലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു പിന്ന് ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലെ ചുവപ്പ് വയർ പോസിറ്റീവിലേക്കും കറുത്ത വയർ നെഗറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഈ വയറിംഗ് കിറ്റിലുള്ള നീല വയർ നെഗറ്റീവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഈ വയറിംഗ് കിറ്റിലെ വയറുകളുടെ കളർ നോക്കണമെന്നില്ല. ഈ വയറിംഗ് കിറ്റിലെ വയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കിറ്റിൻ്റെ മറ്റേ ഭാഗത്തും അതേ വയറുകൾ തന്നെ കണക്ട് ചെയ്താൽ മാത്രം മതി എന്ന് മാത്രം. അപ്പോൾ ഈ നീല വയർ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ വയറിംഗ് കിറ്റിൻ്റെ മറ്റേ അറ്റത്തായിട്ട് ഈ ചാവി ഹോണ് അതുപോലെ അതിൻ്റെ ഹെഡ്ലൈറ്റ് മീറ്റർ എല്ലാം വരുന്ന ഈ ഒരു ഭാഗത്തായിട്ട് കണക്ട് ചെയ്യാം. അതിനായിട്ട് ക്ലിപ്പുകളൊക്കെ ഉണ്ട്, പക്ഷേ ക്ലിപ്പുകളൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ട് വയറുകളെല്ലാം കട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. വയറിംഗ് കിറ്റിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ പച്ചയും മഞ്ഞയും വയറാണ് ഹോണിനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹോണിൽ നിന്നും വരുന്ന രണ്ട് നീല വയറുകൾ നമ്മൾ ഈ പച്ചയിലും മഞ്ഞയിലുമായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ ഇതിലുള്ള ചുവപ്പ് വയർ ബാറ്ററിയിൽ നിന്നും വരുന്ന പോസിറ്റീവും കറുത്ത വയർ ബാറ്ററിയിൽ നിന്നും വരുന്ന നെഗറ്റീവും പച്ച വയർ ചാവി ഓൺ ചെയ്യുന്ന സമയത്ത് കൺട്രോളറിലേക്ക് പോകാനുള്ള കണക്ഷനുമാണ്. അത് അതേപോലെ തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. വയറിംഗ് കിറ്റിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ നീല വയറാണ് നെഗറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നീല വയർ നെഗറ്റീവായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ റോസ് നിറത്തിലുള്ള വയറാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ചുവപ്പ് വയറിലേക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. ചാവിയുടെ വയറായിട്ടുള്ള പച്ച വയർ നമ്മൾ കറുത്ത വയറിലേക്കായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം. ആ കറുത്ത വയറിനെ നമ്മൾ ചാവി കണക്ട് ചെയ്യാനുള്ള ആ ഒരു ക്ലിപ്പിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കൺട്രോളറിലേക്ക്. അപ്പോൾ ആ കറുപ്പിനെ നമ്മൾ പച്ചയിലേക്ക് കൂട്ടിപ്പിരിച്ചു കൊടുക്കാം.
ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ബാറ്ററിയിൽ നിന്ന് വരുന്ന കണക്ഷനുകളാണ്. അതിന് നമ്മൾ ഏറ്റവും വലത് സൈഡിലായിട്ടുള്ള ചുവപ്പ് വയർ പോസിറ്റീവിലേക്കും അതേപോലെ തന്നെ ഇടത് സൈഡിലുള്ളത് നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. ബാറ്ററിയിൽ നിന്ന് വരുന്ന നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും. അതിനുശേഷം ഈ വയറുകളെല്ലാം നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഈ വയറുകളെല്ലാം ഒരു 8-ൻ്റെ ടീറാഡോ സ്പാനറോ ഉപയോഗിച്ചിട്ട് മാക്സിമം ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് എൻജിനിലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പഴയ ലെഡ് ആസിഡ് ബാറ്ററി 4 7Hൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി 4 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് 48 വോൾട്ട് എടുക്കുന്നത്. പഴയ ബാറ്ററിയാണ്, റിപ്പയർ ചെയ്ത് എടുക്കുന്നതാണ്. അപ്പോൾ അധികം മൈലേജ് ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് ചെക്കിങ് എന്ന പർപ്പസിൽ ഇത് ഉപയോഗിക്കാം. സംഭവം ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇത് വണ്ടിയിലായിട്ട് ഫിറ്റ് ചെയ്യാം. വയറുകളെല്ലാം കണക്ഷനുകളൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു രൂപത്തിൽ നിങ്ങളെ കാണിക്കുന്നത്. വണ്ടിയിൽ കണക്ട് ചെയ്തതിന് ശേഷമാണ് വയർ കണക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭാഗങ്ങളിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ്. ഇതിൽ നമുക്ക് ചെറിയൊരു വെൽഡിങ്ങിൻ്റെ വർക്കുണ്ട്. ആ കൺട്രോളർ വെക്കാനും അതുപോലെ ബാറ്ററി വെക്കാനുമുള്ള ഭാഗങ്ങൾ നമ്മൾ ആ ഒരു സീറ്റ് വെൽഡ് ചെയ്ത് ഉണ്ടാക്കണം. ഇനി നമുക്ക് ഈ കൺട്രോളർ വെക്കാനുള്ള ഒരു പ്ലേറ്റ് കൂടി വെൽഡ് ചെയ്തുണ്ടാക്കാം. വയറുകളൊന്നും മാറാതെ നേരത്തെ നമ്മൾ കണക്ട് ചെയ്ത അതേപോലെ തന്നെ നമുക്ക് കണക്ട് ചെയ്യാം. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് മീറ്ററും അതുപോലെ ചാവി വെക്കാനുള്ള ഭാഗം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ വൈസർ അയച്ച സമയത്താണ് അതിനകത്തൊരു കടന്നൽ കൂട് കാണുന്നത്. ചെറിയൊരു പണി കിട്ടി, കയ്യിലൊരു കുത്ത് കിട്ടി. എന്തായാലും അവരെ ഉപദ്രവിക്കാതെ നമുക്ക് അവിടെ നിന്ന് ഒഴിവാക്കാം. ശേഷം ഇതിൻ്റെ ആക്സിലേറ്റർ കണക്ട് ചെയ്യാം. ടാങ്ക് ഇതിനകത്ത് ആവശ്യമില്ലാത്തതാണ്. എന്നാലും ആ ഒരു സ്പേസ് നമുക്ക് ബാറ്ററി വെക്കാനോ കൺട്രോളർ വെക്കാനോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. എന്നാലും വണ്ടിയുടെ ആ ഒരു വൃത്തികേട് അങ്ങ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ടാങ്ക് കൂടി ഇതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ളത്. ഇങ്ങനെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ചെക്ക് ചെയ്ത് നോക്കിച്ച സമയത്ത് വണ്ടിക്ക് തീരെ സ്പീഡ് കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുകൊണ്ട് സ്പീഡ് കൂടുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു വർക്ക് കൂടി ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്.
ബൈക്കിൻ്റെ പുറകിലുള്ള ഒരു ചെയിൻ സ്പോക്കറ്റ്, ഒരു പഴയ ചെയിൻ സ്പോക്കറ്റ് എടുത്തിട്ട് അത് ലെയ്ത്തിൽ നിന്നും കട്ട് ചെയ്ത് അതിൻ്റെ നടുക്ക് ഭാഗം ഹോള് അടച്ചതിന് ശേഷം നമ്മൾ 750 വാട്ട്സിൻ്റെ നമ്മുടെ മോട്ടോറിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടാക്കിയതിന് ശേഷം അതിലായിട്ട് ആ വലിയ വീല് കണക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 42 ടീത്താണുള്ളത്. മറ്റേ നമ്മൾ ആദ്യം ഇപ്പോൾ അയച്ചെടുത്ത ആ ഒരു പൽചക്രത്തിന് 14 ടീത്താണുള്ളത്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ അടിയിലുള്ള പൽചക്രം 3 പ്രാവശ്യം കറങ്ങും. അപ്പോൾ സ്പീഡ് ഒന്നുകൂടി കൂടി കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഇലക്ട്രിക് ബൈക്കുകളിൽ ഉപയോഗിക്കുന്ന ലിഥിയം അയൺ ബാറ്ററിക്ക് ഏകദേശം 48 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിക്ക് ഏകദേശം ഒരു 25,000 രൂപയൊക്കെ വില വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ഞാൻ വാങ്ങിച്ചിട്ടില്ല. എൻ്റെ കയ്യിലുള്ള പഴയ 7AHൻ്റെ 12 വോൾട്ടിൻ്റെ 7AHൻ്റെ ബാറ്ററി 4 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ചെക്ക് ചെയ്ത് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് ഏകദേശം ഒരു 30 km/h സ്പീഡാണ് കിട്ടുന്നത്. അതുപോലെ 10 കിലോമീറ്ററിൽ താഴെ മാത്രമേ മൈലേജ് കിട്ടുന്നുള്ളൂ. ഒരു പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 10 കിലോമീറ്ററിൽ താഴെ മാത്രമേ മൈലേജ് കിട്ടുന്നുള്ളൂ. അതിൻ്റെ മുമ്പായിട്ട് തന്നെ ബാറ്ററി വീക്കായി പോവുകയാണ്. അപ്പോൾ പുതിയൊരു ബാറ്ററി വാങ്ങിച്ചതിന് ശേഷം വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം.